ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ മസൂർ പുലാവ് എങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് നമ്മൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കോഴി എടുത്തിന്. പിന്നെ കുറച്ചില്ലേ ചുവന്ന ദാളില്ലേ, ചുവന്ന ദാളിനെ ഇടി ദാളി ചുവന്ന അതിനെ പൂത്തിരിയണം, മസൂർ ദാൾ എന്ന് പറയുന്നതിന്. അത് അരക്കപ്പെടുത്തിന്. പിന്നെ ഗരം മസാല, പിന്നെ 2 ഉള്ളി, 3 തക്കാളി, കുറച്ച് പച്ചമുളക്. എണ്ണ കായുമ്പോൾ ഉള്ളി ഇടണം. ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഇളക്കി കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതിൻ്റെ മണം മാറിയ പിന്നെ തക്കാളി ഇടണം. തക്കാളി ഇട്ട് പിന്നെ പച്ചമുളക് ഇടണം. പിന്നെ അതിന് ഇളക്കിയിട്ടെടുത്തിട്ട് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇട്ട് നല്ല, പിന്നെ കണക്കിന് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഒരു മൂടിയിട്ട് വെക്കണം. മൂടിയിട്ട് എടുത്തിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം. പിന്നെ തക്കാളി എല്ലാം ഒടിഞ്ഞ പിന്നെ നമ്മൾ കോഴി ഇടണം. കോഴി കയറ്റി വെച്ചിട്ടില്ലേ, 1 കിലോ കോഴിനെ അതിൽക്കിടണം. അതിൽക്കിട്ടിട്ട് പിന്നെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുത്ത പിന്നെ ഈ ദാൾ പുറത്തിട്ട് വെച്ചിട്ടില്ലേ, ദാളിടണം. ദാൾ വേഗം, അത് കുറച്ച് പണിയുണ്ട്. പൊത്തിട്ട് വെക്കണം ഈ ദാളിന്. പിന്നെ മൂടിയിട്ട് വെക്കണം. പിന്നെ എടുത്തിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുത്തിട്ടില്ലേ, ഒരു ചിക്കൻ ട്യൂബ് ഇടണം. നല്ല ടേസ്റ്റ് കിട്ടാൻ ഇതേമാതിരി മൂടിയിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ വേണം. പിന്നെ ഞാൻ അരി കയറ്റി വെച്ചിന്, ഞാൻ അരി ഇടണം. 3 ഗ്ലാസ് അരി എടുത്ത് ഞാൻ അതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ മസാലയിൽ. അതിൻ്റെ സൈഡിൽ ഞാൻ തണ്ണി തിളക്കാൻ വെച്ചിന്. കുരുമുളക് ഇടണം. 2 സ്പൂണ് കണക്കിന് ഉപ്പിടണം. പിന്നെ ഈ തിളപ്പിച്ചിട്ട് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം. പിന്നെ മൂടിയിട്ട് വേണം. ഞാൻ മുട്ട ഇടുന്നത്, മുട്ട മുകളിൽ വെക്കുന്നത് 6 മുട്ട എടുത്ത്. മുട്ടനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടില്ലേ, നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിന് ഒരു നോക്ക് കോഴി ഇത് ചോറ് റെഡിയായി തമ്മിൽ. പിന്നെ ഈ മുട്ട കൊത്തമീര മുകളിലേക്ക് ഇടണം, മുറിച്ചിട്ട് എടുത്തിട്ട്. പിന്നെ ഈ മുട്ട വേവിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൻ കഴിയും. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. ഇതൊക്കെ മുട്ടനെ മുകളിലേക്ക് ഇട്ടിട്ട് മൂടിയിട്ട് വെക്കണം. മസൂർ പുലാവ് റെഡിയായി. ചിക്കൻ മസൂർ പുലാവ് നല്ല ടേസ്റ്റ്. മുകളിലേക്കില്ല കുറച്ച് ഗീ ഇടണം. अगर वीडियो अच्छा लगा तो लाइक शेयर सब्सक्राइब करना ना भूलें. कमेंट डाउन फॉर नेक्स्ट वीडियो. थैंक्स फॉर वॉचिंग.